ഹലോ 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 എല്ലാ ഗുണാന്തരീസുകൾക്കും വണക്കം. അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ, എല്ലാവർക്കും ഉറങ്ങാൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആർക്കും ചടപ്പ് തോന്നരുത് കേട്ടോ. കാരണം എന്താ പറഞ്ഞാൽ ഞാൻ പൊതുവേ ഈ ടൂർ പോണ വീഡിയോസൊന്നും ഇങ്ങനെ എടുത്തിട്ടില്ല. പക്ഷേ ഈ വീഡിയോസ് എന്ന് പറഞ്ഞാൽ അത്രയും അടിപൊളിയായിട്ടുള്ള സ്ഥലം ഞങ്ങൾ പോകാൻ തുടങ്ങിയത്. പക്ഷേ ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കുറച്ച് വീഡിയോസാണ്. അപ്പോൾ ഇത് കുറച്ച് ഭാഗങ്ങളെടുത്ത് കാണിക്കാം. കാരണം ഞങ്ങളൊരു 10-60 ആൾ ഞങ്ങൾ ഫാമിലിയിൽ നിന്ന് പോയിട്ട് ഇത്ര നാച്ചുറലായിട്ട് എല്ലാം ഉൾക്കൊണ്ട ഒരു സ്ഥലം ഞാൻ ആദ്യമായിട്ട് കാണാണ്. കാരണം കുട്ടികൾക്ക് കളിക്കാൻ ടർഫ്, സ്വിമ്മിങ് പൂൾ, റിസോർട്ട്, ഒരു 10-60 ആൾക്കൊരു ബൗണ്ടറിക്കാണ് കയറിയാൽ അവിടെ അത്രയും അടിപൊളിയായിട്ട് എല്ലാ സംഗതികളുണ്ട്. കളിക്കാൻ കളി, സ്വിമ്മിങ് പൂൾ, പിന്നെ ടർഫ്, അങ്ങനെ എല്ലാ സംഗതികളും നമ്മളൊരു ഫാമിലി ആയിട്ടാണ് കയറി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വേറെ എങ്ങോട്ടും ഇറങ്ങേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ തന്നെ, ഫുഡ് ഉണ്ടാക്കാനുള്ള ഏരിയ, അങ്ങനെ എല്ലാ സംഗതികളും ഇവിടെ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ ടർഫ്, ക്രിക്കറ്റ് കളിക്കുന്നവർക്ക് ക്രിക്കറ്റ് കളിക്കാം, പന്ത് കളിക്കുന്നവർക്ക് പന്ത് കളിക്കാം. പിന്നെ സ്വിമ്മിങ് പൂളിൻ്റെ കാര്യമാണെങ്കിൽ പറയണ്ട, ഒരു 3-4 ഐറ്റംസ് സ്വിമ്മിങ് പൂൾ. അതിൽ വെള്ളത്തിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചില ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ, റിസോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പേടിയാണ് മക്കളൊക്കെ ഇറക്കാൻ. കാരണം അവിടുത്തെ വെള്ളം കെട്ടി കിടക്കുമ്പോൾ അങ്ങനത്തെ ഒരു ബേജാറൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇത്ര നാച്ചുറലായിട്ട് പാറയിൽ നിന്ന് വരുന്ന അടിപൊളി വെള്ളം, അത്രയും നല്ല വെള്ളം എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ അടുത്തൊന്നും എവിടെയും കണ്ടില്ല. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ പോയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ കളിക്കാൻ ടർഫ്, അവിടെ പന്ത് കളിക്കുന്നവർക്ക് പന്ത് കളിക്കാം, സ്വിമ്മിംഗ് പൂളിൽ പോകുന്നവർക്ക് അവിടെ പോവാം. അങ്ങനെ എല്ലാ സംഗതിയും, ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നവർക്ക് ഫുഡ് ഉണ്ടാക്കാം, എല്ലാത്തിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെ പോയ ആളുകളൊക്കെ ഇതിൻ്റെ അടിയിൽ നിന്ന് കമൻറ്റ് ചെയ്യാം. ഇനി പോകാത്ത ആളുകൾക്ക് ഇവിടുത്തെ നമ്പർ കാര്യങ്ങൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമ്മൾ അയച്ചു തരും കേട്ടോ. അപ്പോൾ കുറഞ്ഞ പാക്കേജിൽ നിൽക്കാൻ പറ്റിയ സ്ഥലമാണ്. കാരണം നിലമ്പൂർ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത്ര കുറഞ്ഞ ചിലവിൽ നിൽക്കാൻ പറ്റിയ സ്ഥലം ഞാൻ കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ള ആളുകൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നല്ല വെള്ളത്തിൻ്റെ കാര്യത്തിൽ പക്കയാണ് കേട്ടോ. അതിൽ ഒരു ബേജാറും ആവണ്ട. ഇനി പൂളിൻ്റെ, സ്വിമ്മിങ് പൂളിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ കുട്ടികൾക്ക് അങ്ങനെ ഇങ്ങനെ എന്നുള്ളൊരു ബേജാറ്, അങ്ങനെ ബേജാറാവുകയാണ് വേണ്ടപ്പെടുത്ത കാര്യമുണ്ട്. ഞാൻ മക്കളൊക്കെ എണീറ്റ് വരുന്നതിന് മുന്നേ നേരത്തെ തന്നെ എണീറ്റെടുത്ത വീഡിയോസാണ്. കാരണം ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചാണ്. അതുകൊണ്ട് പിന്നെ മക്കളെ തൊന്തര വന്നില്ല. കാരണം എനിക്ക് നല്ല റാത്തിൽ വീഡിയോ എടുക്കാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആളുകളും ഇവിടെ പോകാൻ നോക്കട്ടോ. കാരണം നല്ല അടിപൊളി പ്ലേസ് പറഞ്ഞാൽ നല്ല സ്ഥലമാണ്. കുട്ടികളെ മക്കളായിട്ടൊക്കെ പോയാൽ അടിപൊളിയാണ്. കാരണം എല്ലാവരും കൂടി കൂട്ടിയിട്ടാണ് പോയാൽ മതി. അപ്പോൾ ഇവിടുത്തെ നമ്പർ ആർക്കും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ അയച്ചു തരും. പിന്നെ അതേപോലെ ഇവിടെ പോയ ആളുകളുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക. കാരണം എന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞതുപോലെ ആണോ അതോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇതുണ്ടായോ എന്നുള്ളത് അറിയിക്കുക. പിന്നെ ഇവിടെ പോകാത്ത ആളുകൾ കഴിയുന്നത് ഇവിടെ പോകാൻ നോക്കുക. നല്ല അടിപൊളി പ്ലേസ്, കുറഞ്ഞ പാക്കേജിൽ മലപ്പുറം ജില്ലയിൽ ഇത്ര നല്ലൊരു അടിപൊളി സ്ഥലം വേറെ ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. നമ്മൾ മക്കളായിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നിനും നമുക്ക് പുറത്ത് കൊണ്ടൊരു ആവശ്യം ഇവിടെ വരുന്നില്ല. അതാണ് ഇവിടുത്തെ മെയിൻ. കുട്ടികളാണ്ട് വിട്ടാൽ നമുക്ക് അടിപൊളിയായിട്ട് എല്ലാ സംഗതികളും അവരവിടെ കളിച്ചോളും. നമ്മൾ ഫുഡ് ഉണ്ടാക്കണേ ഫുഡ് ഉണ്ടാക്കുക, അവർ പൂളിൽ പോകണമെങ്കിൽ പൂളിൽ പോവുക. അപ്പോൾ വേറെ ഒരു ബുദ്ധിമുട്ടും ഇവിടെ കൊണ്ടുണ്ടാവില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ എല്ലാവരും ഇവിടെ പോകാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമ്പർ തരാം കേട്ടോ.